ഓക്കെ വേണ്ട ഞങ്ങൾക്ക് പോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നൂബിനെ വെച്ചിട്ട് നമുക്ക് ഓക്കെ നൂബിക്ക് ക്യാപ്പ് വേണോ നമ്മളെ ഇത് അവൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇത് തൊപ്പിയുടെ കവറാണ് അല്ലേ നൂബി ഓക്കെ ഇത് ABCD എന്തിനാ കറിഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുമ്പോ അൺബോക്സിംഗ് ആണ്. അപ്പൊ ചിമ്പ നഴ്സറി കഴിഞ്ഞു LKG പ്രൊമോട്ടർ ആയിരിക്കുകയാണ് ഒഫീഷ്യലി പറ്റിയിട്ടല്ലേ. അപ്പൊ ഇവിടെ യൂറോ കിഡ്സിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ നഴ്സറിന്റെ അവരെ വെൽക്കം കിറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് ഇപ്രാവശ്യം LKG എന്ന് പറയുമ്പോൾ അവരെ യൂറോ കിഡ്സിൽ അവര് യൂറോ ജൂനിയർ എന്നാണ് പറയാ. സോ യൂറോ ജൂനിയറിന്റെ പിള്ളേർക്കുള്ള ഐറ്റംസ് എന്താ നോക്കാം അൺബോക്സിംഗ് വീഡിയോ. ഓക്കെ ഫസ്റ്റ് ഐറ്റം അവരുടെ ഒരു ബാഗാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ബേബി കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു, ഇപ്രാവശ്യം യെല്ലോ കളർ. യെല്ലോ ഓക്കെ. അപ്പോ ഇതാണ് ഫസ്റ്റ് അവരൊരു ബാഗ് ആയിരുന്നു. പിന്നെ കുറച്ച് ബുക്സ്. ഈ ബുക്സിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റീഡിംഗ് ആയിരുന്നു, ഇപ്രാവശ്യം റൈറ്റിംഗ് ഉണ്ട്. സോ ABCD റൈറ്റിംഗ്, അതുപോലെ നമ്പേഴ്സ് 1 2 3 റൈറ്റിംഗിന്റെ ഒരു ബുക്ക്. പിന്നെ ഇതൊരു പാരന്റ് മാനുവൽ ആണ്, പാരന്റ്സിനെ വായിക്കുന്നത്. ഒരു ആക്ടിവിറ്റി ബുക്ക്. ആക്ടിവിറ്റി ബുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അവര് സ്കൂളിൽ അവരുടെ ആപ്പ് ഒക്കെ വെച്ചിട്ട് അവര് ആക്ടിവിറ്റീസ് പറയുമ്പോൾ നമ്മളത് ഇവിടുന്ന് ഹോംവർക്ക് പോലെ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ അപ്പൊ അതാണ് ബുക്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ക്യാപ്പ് അല്ലേ, യൂറോ ക്യാപ്പ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റെഡ് ക്യാപ്പ് ആയിരുന്നു, ഇപ്രാവശ്യം ബ്ലൂ ക്യാപ്പ്. യെസ് ഇത് അവർക്ക് ഫീൽഡ് ട്രിപ്പ് ഒക്കെ ഉണ്ട്. ആ ടൈം ആകുമ്പോ അവര് ക്യാപ്പ് വെച്ചിട്ട് എന്താ പറയാ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോ നമ്മള് ക്യാപ്പ് യൂസ് ചെയ്യാനായിട്ടാണ്. ഇതൊരു ക്രയോൺ സ്റ്റാൻഡ് ആണ്. ദെൻ ഇത് ക്രയോൺസ്. ഈ ക്രയോൺസ് കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നോർമൽ ക്രയോൺസ് ആയിരുന്നു. ഇതിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ്സ് ഉണ്ട്. ഓരോ കളർ ക്രയോൺസിലും ഓരോ വേർഡ്സ് ആണ്. ഓരോ വേർഡ്സ് ആണ്. അപ്പൊ അവര് ഓരോ വേർഡ്സ് പഠിപ്പിക്കുമ്പോ നമ്മള് ഓരോ ക്രയോൺസ് എടുത്ത് യൂസ് ചെയ്യാനും അതുകൊണ്ട് എഴുതാനൊക്കെ പഠിപ്പിക്കും. അപ്പൊ ഒരു വേർഡും പഠിക്കും, നമുക്ക് കളറും ക്രയോണും ഒക്കെ വെച്ചൊരു ആക്ടിവിറ്റി പോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അവര് പറയുന്ന അനുസരിച്ച് നമ്മളിത് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരുപാട് ക്രയോൺസ് ഉണ്ട്, ഫുൾ വേർഡ്സ് ഉണ്ട്. ഓരോ ക്രയോൺസിനും ഓരോരോ വെറൈറ്റി വേർഡ്സ്. അപ്പൊ ഓരോരോ പുതിയ വേർഡ്സ് അവർ പഠിക്കുകയും ചെയ്യും. ഇതാണ് ക്രയോണിന്റെ സ്റ്റാൻഡും ക്രയോൺസ്. ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് ഇതാണ് ചിമ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് ഒരു വവ്വൽസിന്റെ ഒരു ബുക്ക്ലെറ്റ് പോലെയാണ് അവർ പറഞ്ഞത്. ഫ്ലിപ്പ് ആൻഡ് റീഡ്. അങ്ങനെ 6 ഫ്ലിപ്പ് ആൻഡ് റീഡ് ബുക്സ് ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഇത് പോണ്ട ജെറ്റ്, ജെ വെച്ചിട്ടുള്ള ജെറ്റ്, W വെറ്റ് അങ്ങനെ പഠിക്കുന്നത്. മെറ്റ്, പെറ്റ്. സോ നമ്മൾക്ക് പിള്ളേർക്ക് വായിക്കാൻ കുറച്ചുകൂടി റീഡിംഗ് ആക്ടിവിറ്റീസ് കൂട്ടുകയാണ്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറി ബുക്സ് ഒക്കെ ഒരു വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പൊ ഇതൊരു വവ്വൽസിന്റെ ഒരു 6 ബുക്ക്ലെറ്റ്സ് പോലത്തെ സംഭവം. അതാണ് നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് എന്താണ് ബേബി? നെക്സ്റ്റ് ഒരു ഹുഡി തന്നിട്ടുണ്ട് അവരുടെ സ്കൂളിന്റെ. ഒരു ഹുഡിയാണ്. ഇതവർക്ക് സ്കൂളില് ഓരോ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ പറയും ഹുഡി ഇട്ട് വരണം എന്നൊക്കെ പറയും. അപ്പൊ അവരുടെ ഒരു ഹുഡി. എനിക്ക് കുറച്ച് താഴേക്ക് അതിനെ കാണുന്നുണ്ട്. ഒരു ഹുഡി ആക്ച്വലി സൈസ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ യൂണിഫോംസ് ഉണ്ട്. യൂണിഫോംസ് അവർക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് തരുന്നു. നെക്സ്റ്റ് ഒരു ID കാർഡ്. നമുക്ക് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫിൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന
വരുമ്പോൾ നമുക്കൊരു ID കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സെയിം ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു ID കാർഡ്. നെക്സ്റ്റ് ഒരു റെഡിനെസ് കിറ്റ്, ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് അവരുടെ ഒരു ഇതാണ്. അതിൽ കുറച്ച് പെയിന്റിങ്സ്, ഒരു പ്ലേറ്റ്, കളറ്, അതിൽ കളർ ചെയ്യാൻ പറ്റിയ ബുക്ക്, അങ്ങനത്തെ കുറച്ചായിട്ടുള്ള ഒരു റെഡിനെസ് കിറ്റ് അതാണിത്. ഇതൊക്കെ കളേഴ്സ് ആണ് അതിനുള്ളിൽ. സോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ തീം കിറ്റ് ആണ്. അവർ ഓരോ തീമുകൾ അവരെ ഓരോ വീക്കിൽ നമുക്ക് പറയും. ജൂനിയർ ഓരോരോ തീമുകൾ അവർ പഠിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്ച്വലി 2-3 തീം കിറ്റിലെ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്തു, പിന്നെ ഒന്നും യൂസ് ചെയ്തില്ല ആക്ച്വലി. സോ ഇപ്രാവശ്യത്തെ എല്ലാ തീം കിറ്റിലെ ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അപ്ലോഡ് ചെയ്ത് തരാം. അങ്ങനെ 4 തീം കിറ്റാണുള്ളത് ഈ ബോക്സിൽ. പറയും ഇത്രയും തീം കിറ്റാണ് ഉള്ളത്. ഇതൊക്കെ ചെയ്യില്ല നമ്മള് പഠിക്കില്ലാതായിട്ട് ഡോക്ടർ വെച്ചിട്ട് ചിമ്പ അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോ നമുക്കിനി യൂണിഫോം കിട്ടുമ്പോ നമുക്കത് യൂണിഫോം ഇട്ടിട്ടുള്ള വീഡിയോസ് ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഇത്രയും ഐറ്റംസ് ആണ് ഇതിന്റെ യൂറോ ജൂനിയർ വെൽക്കം കിറ്റിലുള്ളത്. LKGക്ക് പോകുന്ന യൂറോ ജൂനിയർ ബേബീസുള്ള വെൽക്കം കിറ്റുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും കുറെ ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ആണ്. കുറച്ചുകൂടി എന്താ പറയാ അതന്നെ റീഡിംഗ് ആയിരുന്നു, നമുക്ക് റൈറ്റിംഗ് ആയി അങ്ങനെ ആണ്. സോ June 2 തൊട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെ ചിമ്പ പഠിക്കില്ലേ നമ്മള് നന്നായിട്ട്? ഓക്കേ എന്ന് പറഞ്ഞാൽ ഓക്കേ.